ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തേത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെമ്മീൻ കക്കത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതായത് ചെമ്മീൻ ഫ്രൈഡ് റെസിപ്പിയാണ്. ഇതുപോലെ ചെമ്മീൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചോറിനാണേലും അല്ലെങ്കിൽ ഏത് ഐറ്റത്തിൻ്റെ കൂടെയും വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാതെ തനിയെ കഴിക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കക്കത്തോട് കൂടിയുള്ള ചെമ്മീൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നാടൻ ചെമ്മീൻ കക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചെമ്മീനാണ് നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് കേട്ടോ 1/2 കിലോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ ചെമ്മീൻ എടുത്തിട്ടുള്ളത് തലയോട് കൂടി തന്നെയാണ് കേട്ടോ. ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ എടുക്കുന്ന സമയത്ത്. തല ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അടുത്തത് നമുക്ക് ഈ ഒരു കക്കത്തിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ നിറയെ നല്ല എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ നിറയെ നല്ല കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ടും കൂടി 1 ടീസ്പൂണാണ്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ ചെമ്മീൻ്റെ എല്ലാ സൈഡിലേക്കും മസാല നന്നായിട്ട് പിടിച്ച് കിട്ടണം. മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് തോന്നിയതുകൊണ്ട് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ തന്നെ എല്ലാ സൈഡിലായിട്ടൊക്കെയായിട്ടും ഇതുപോലെ മസാല പിടിച്ച് കിട്ടിക്കോളും. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ മുളക് പൊടി ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. കാരണം ഓരോ പൊടിക്ക് വ്യത്യാസം ഉണ്ടാവില്ല എരിവ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേഞ്ചസ് വരുത്താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ ഞാൻ ഈ ഒരു രീതിയിൽ നല്ലപോലെ ചെമ്മീനിലേക്ക് മസാല റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 1/4 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതായിരിക്കും. പക്ഷേ സമയം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം, ഒരു പ്രശ്നമില്ല. ഞാനിപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലൊരു പാനിലേക്ക് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ടാണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട ഈ ഒരു സമയത്ത്, നമുക്ക് ലാസ്റ്റ് പിന്നീട് ഒഴിക്കാം. എന്നിട്ട് നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ട് ചെമ്മീൻ ആ ഒരു മസാലയോട് കൂടി തന്നെ മൊത്തത്തിലായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ ചെമ്മീനും ആ ഒരു എണ്ണയൊക്കെ കൂടി ഒന്ന് മിക്സ് ആയിക്കോട്ടെ. ഇങ്ങനെ മിക്സാക്കി ഒന്നങ്ങ് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അവിടെ കുറച്ച് വെച്ചിട്ട് ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളം കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ചെമ്മീൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഫ്ലെയിം അവിടെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ചെമ്മീൻ അത്യാവശ്യം നല്ലപോലെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അതുവരെ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കുക. അതിനിടയിൽ ഇടയ്ക്കൊന്ന് ഞാൻ അടുപ്പ് തുറന്നിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിയിലൊക്കെ പിടിക്കുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ഇത് ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ചെമ്മീനിന് അത്യാവശ്യം നല്ലപോലെ ഇതാ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഏകദേശം ഒരു 1/4 വേവൊക്കെ ആവാറായിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ അടുപ്പ് തുറന്നിട്ട് തന്നെ ഈ ഒരു വെള്ളം ഒന്ന് വറ്റിച്ച് നല്ലൊരു കക്കത്തോട് കൂടി ഒന്ന് വരട്ടിയെടുക്കുക കേട്ടോ, ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ അടുപ്പ് തുറന്നിട്ട് തന്നെ തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് വെള്ളമൊക്കെ വറ്റി വന്ന് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ്റെ ഒരുപാട് വേവൊന്നും ഇല്ല കേട്ടോ. ഒരു 8-9 മിനിറ്റൊക്കെ, ഒരു 10 മിനിറ്റ് മാക്സിമം പോയാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെമ്മീൻ അങ്ങ് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഇതുപോലെ ഇനി അടുപ്പ് തുറന്ന് നല്ലപോലെ ഒന്ന് എത്രത്തോളം നിങ്ങൾക്ക് വരട്ടിയെടുക്കണോ, കക്കത്തോട് കൂടി എത്രത്തോളം വറ്റിച്ചെടുക്കണം അതിനനുസരിച്ച് ചെയ്യാം. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇതാ കുറച്ചും കൂടി ഏകദേശം 1 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് നല്ല കക്കത്തോട് കൂടി ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഏകദേശം സെറ്റായി എന്ന് കാണുമ്പോൾ തന്നെ സൈഡിൽ ഇതുപോലെ എണ്ണ തെളിയാൻ തുടങ്ങും കേട്ടോ. ആ ഒരു സമയം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് കുറച്ചുകൂടി മൊരിഞ്ഞങ്ങ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചെമ്മീൻ കക്കം അല്ലെങ്കിൽ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഐറ്റം നിങ്ങൾ വീട്ടിൽ ചെമ്മീൻ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഒന്നും വേണ്ട കേട്ടോ. ചോറാണേലും അല്ലെങ്കിൽ എന്ത് ഐറ്റാണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ ഇതാ നമ്മുടെ ചെമ്മീൻ കക്ക സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം. ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമാവുന്നതന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു സ്മൈലിംഗ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്